എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് എപ്പോഴും മാതൃകയായി ജീവിക്കണം എന്നുള്ളത്. തീർച്ചയായും നമ്മളുടെ കുട്ടികൾ രക്ഷകർത്താക്കളെ കണ്ട് തന്നെയാണ് വളരുന്നത്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആദ്യ പടവുകൾ രക്ഷകർത്താക്കളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ഓരോ രക്ഷകർത്താക്കളും ഏതൊരു വിധത്തിലുള്ള ലഹരിയുടെ ഉപയോഗമാണെങ്കിലോ ആ ഉപയോഗം പരിച്ഛേദം ഇല്ലാതാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് മദ്യമായിക്കോട്ടെ, പുകവലി ആയിക്കോട്ടെ, പുകവലിയൊക്കെ വളരെ ലഹരിയാണ്. മദ്യമായിക്കോട്ടെ, പുകവലി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയുടെ ഉപയോഗമായിക്കോട്ടെ, പരിപൂർണമായും ജീവിതത്തിൽ ഇല്ലാതാക്കി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു മാതൃകയാകണം. ഇല്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് നമ്മളുടെ അടുത്ത തലമുറയല്ല, നമ്മളുടെ തലമുറകൾ, എത്രയോ തലമുറകളും ഈ സമൂഹവും മുഴുവൻ നശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സത്യം എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ യാതൊരു വിധത്തിലും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ഉപയോഗത്തിലോ പ്രയോഗത്തിലോ കുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പത്രം വായിക്കുമ്പോൾ ഹൃദയത്തെ കീറിമുറിക്കുന്ന തരത്തിൽ വേദന ഉളവാക്കുന്ന ഒരു വാർത്ത നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശമായ തിരുവല്ലയിൽ ഉണ്ടായി. ഒരു പിതാവ് 10 വയസ്സ് മാത്രമുള്ള സ്വന്തം കുട്ടിയെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തിയിരിക്കുന്നു. കുട്ടിയുടെ ശരീരത്തിൽ ലഹരിയുടെ പാക്കറ്റുകൾ ഒട്ടിച്ചു വെച്ചുകൊണ്ട് അവനുമായി ബൈക്കിലും കാറിലും പോയി ലഹരി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരച്ഛനെ കുറിച്ചുള്ള വാർത്ത ഈ അടുത്തിടെ തന്നെ പത്രത്തിൽ വന്നിരുന്നു. എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ പിതാവ് ആ കുട്ടിയോടെന്നുള്ളതല്ല, ഈ സമൂഹത്തോട് മുഴുവൻ ചെയ്തിരിക്കുന്നത്. എത്ര ചീത്തയായ ഒരു സന്ദേശമാണ് അത് കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇടപെടലോ കുട്ടികളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നതോ കുട്ടികളുടെ മുന്നിൽ ലഹരി ഉപയോഗിക്കുന്നതോ കാണുകയാണെങ്കിൽ വ്യക്തമായ ഇടപെടലുകൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. നമ്മളുടെ ഓരോ ഇടപെടലുകളും നമ്മളുടെയും ഈ സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ നമ്മൾ പ്രവർത്തിക്കുക. നമുക്ക് ലഹരി മുക്ത രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കണ്ണിയായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.